വയനാട് ടൗൺഷിപ്പിനുള്ള സമ്മതപത്രത്തിൽ ഒപ്പിടാൻ വിമുഖത കാട്ടുകയാണ് ദുരന്തബാധിതർ. 8 പേർ മാത്രമാണ് ഇന്നലെ സമ്മതപത്രം നൽകിയത്. ഗുണഭോക്താക്കളുടെ അന്തിമ പട്ടിക ഏപ്രിൽ 20 ആണ് പ്രസിദ്ധീകരിക്കുക. CV അനുമോദാണ് ചേരുന്നത്. അനുമോദ്, ഈ ഗുണഭോക്താക്കൾ അവരിൽ സമ്മതപത്രം നൽകിയിട്ടുള്ളത് 8 പേരെന്ന് പറയുമ്പോൾ ഒന്ന് നമുക്കറിയാം, സമയപരിമിതി ഉണ്ട് അവർക്ക്. ഒരു പക്ഷേ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് വേണമല്ലോ സമ്മതപത്രത്തിലൊക്കെ ഒപ്പിടാൻ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? പലർക്കും ഈ ടൗൺഷിപ്പിനോട് യോജിപ്പില്ല എന്നുള്ളതാണോ, അതെയോ അവർക്ക് അതിലൊരു തീരുമാനമെടുക്കാനുണ്ടാകുന്ന ഒരു സമയപ്രശ്നമാണോ? യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? അഭിലാഷ്, ഗുഡ് മോർണിംഗ്. ഒന്നിലധികം പ്രശ്നങ്ങളാണ് വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അവിടെ ഉള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെ ഈ പുനരധിവാസം സംബന്ധിച്ച് ചില വ്യവസ്ഥകളിൽ അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത് ഒന്നുകിൽ സർക്കാർ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിൽ ഉൾപ്പെടുത്തി അവർക്ക് നിശ്ചിത സ്ഥലം 7 സെന്റാണെന്നാണ് അവസാനം സർക്കാർ പറഞ്ഞിരിക്കുന്നത്, അതും വീടും എന്നുള്ളതാണ്. അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘടനകൾ നിർമ്മിച്ചു കൊടുക്കുന്ന ആ പദ്ധതിയിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ 15 ലക്ഷം രൂപ നൽകാം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യമായിട്ട് അവിടെ ഉള്ളവരുണ്ടിരിക്കുന്നത് ഈ 2 രീതിയിലും അല്ലാതെ സ്വന്തം ഇഷ്ടത്തിന് മറ്റെവിടെയെങ്കിലും പോയി താമസിക്കുന്നവർക്ക് എത്ര രൂപ നൽകും എന്നുള്ള ചോദ്യം. അങ്ങനെ 3 കാര്യങ്ങൾ പുനരധിവാസം സംബന്ധിച്ച് അടിസ്ഥാനപരമായിട്ട് അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് സംബന്ധിച്ച് ചില അവ്യക്തതകൾ നിലനിൽക്കുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. എത്ര പേർക്ക് ഈ ഘട്ടത്തിൽ ഈ ലിസ്റ്റിൽ ഉൾപ്പെടും എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഈ ദുരന്തം നേരിട്ട് ബാധിക്കാത്ത എന്നാൽ ദുരന്തം കാരണം ആ മേഖലകൾ ഒറ്റപ്പെട്ടു പോയ ചില സാഹചര്യങ്ങളുണ്ട്. അവിടെയുള്ള ആളുകളൊക്കെ ഇപ്പോഴും പുനരധിവാസം ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ അവരെ ഒന്നും തന്നെ ഈ പട്ടികയിൽ ആദ്യഘട്ടത്തിൽ എവിടെയും ഉൾപ്പെടുത്തിയിട്ടില്ല. പടവെട്ടി കുന്നിലെ പ്രതിഷേധമൊക്കെ അതിൻ്റെ ഉദാഹരണമാണ്. 35ഓളം കുടുംബങ്ങളാണ് അവിടെ പുനരധിവാസം ആവശ്യപ്പെട്ട് പ്രതിഷേധവുമായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. അവർ ഇന്ന് ചൂരൽമലയിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്നുമുണ്ട്. പക്ഷേ ആ പടവെട്ടിക്കുന്ന് എന്ന മേഖല ഈ ദുരന്തം നേരിട്ട് ബാധിക്കാത്തൊരു പ്രദേശമാണ്. പക്ഷേ അവിടേക്കുള്ള വഴികളും അവിടേക്കുള്ള മറ്റ് സാഹചര്യങ്ങളൊക്കെ ഈ ദുരന്തത്തിൽ ഇല്ലാതാവുകയും ചെയ്തു. അപ്പോൾ അവർ പൂർണ്ണമായിട്ട് അവിടുന്ന് മാറണമെന്ന് ആവശ്യം ഉന്നയിക്കുമ്പോൾ അതും ഈ സർക്കാരിൻ്റെ ആദ്യഘട്ട പരിഗണനയിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ എൽസ്റ്റൺ എസ്റ്റേറ്റിലാണ് ഇപ്പോൾ സർക്കാരിന് ടൗൺഷിപ്പ് ഉദ്ദേശിക്കുന്നത്. അവിടെ എത്ര സെന്റ് ഭൂമി, 7 സെന്റ് ഭൂമിയും നൽകാമെന്നാണ് സർക്കാരിൻ്റെ ഇപ്പോഴത്തെ ഒരു വാഗ്ദാനം. പക്ഷേ അത് പോരാ, 10 സെന്റ് വേണം എന്നൊരാവശ്യം ഉന്നയിക്കുന്നുണ്ട്. കാരണം ഈ ദുരന്തത്തിൽ ഇരകളായ പലരും വീട് മാത്രമല്ല അവരുടെ കൃഷിഭൂമിയും ഒക്കെ നഷ്ടമായവരാണ്. അപ്പോൾ അങ്ങനെ സർക്കാരിൻ്റെ ഈ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് പുനരധിവാസം സ്വീകരിക്കുകയാണെങ്കിൽ അവർക്ക് ദുരന്ത ഭൂമിയിൽ ഉണ്ടായിരുന്ന ആ ഭൂമിയുടെ, അതായത് ചിലപ്പോൾ 1-2 ഏക്കറൊക്കെ ഉടമസ്ഥയുള്ള ആൾക്കാരായിരിക്കാം, അതൊക്കെ നഷ്ടമാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അതിനു പകരം ഈ എല്ലാം നഷ്ടപ്പെടായവർക്ക് ഒരു 7 സെന്റ് മാത്രം ലഭിക്കുന്നു എന്നുള്ള വേദന അവരെ സംബന്ധിച്ച് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഈ സർക്കാരിൻ്റെ വ്യവസ്ഥകളിൽ നിലനിൽക്കുന്ന ചില അവ്യക്തതകൾ, അത് ഒരുപക്ഷെ വലിയ പ്രതിഷേധങ്ങൾക്ക് ഇനിയുള്ള ദിവസങ്ങൾ വഴിയൊരുക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അടുത്ത ദിവസം മന്ത്രി കെ രാജൻ വയനാട്ടിലെത്തി ഈ പ്രശ്നങ്ങൾ നേരിട്ട് പരിഹരിക്കാനുള്ള ചർച്ചകൾ നടത്തുമെന്ന വിവരമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. പക്ഷേ അതിനോടൊപ്പം തന്നെ പ്രതിഷേധങ്ങൾ അവിടെ ഉയരുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പടവെട്ടിക്കുന്നിലെ പ്രതിഷേധം ഇന്ന് രാവിലെ 9 മണിയോടെയൊക്കെ നടക്കുമെന്നാണ് അറിയുന്നത്. അടുത്ത ദിവസം സമാനമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഈ ഗുണഭോക്താക്കളെ ഉൾപ്പെടുത്തുന്നത് വൈകുന്നത് സംബന്ധിച്ച്, അതുപോലെ തന്നെ മരിച്ചവരുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് അതിൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കുമെന്ന് മന്ത്രി കെ രാജൻ കഴിഞ്ഞ മാസം പറഞ്ഞിരുന്നു. അതിന് നടപടിയും തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഡെത്ത് സർട്ടിഫിക്കറ്റ് പലർക്കും ലഭിച്ചിട്ടില്ല. ഇത് കിട്ടാതെ ഈ സർക്കാരിൻ്റെ ധനസഹായം പൂർണ്ണമായിട്ട് അവർക്ക് ലഭിക്കുകയില്ല. അപ്പോൾ അങ്ങനെ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ ദുരന്തത്തിന് ശേഷം ഇപ്പോൾ പുനരധിവാസം സംബന്ധിച്ച് അവിടെ നേരിടുന്നുണ്ട്, അവിടെ തുടരുന്നുണ്ട്. അതൊക്കെ കൊണ്ടാകാം കൂടുതൽ പേർ ഈ ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെടാത്ത സാഹചര്യത്തിലായിരിക്കാം സർക്കാരുമായിട്ടുള്ള ഈ ധാരണയിൽ ഒപ്പിടാത്തതെന്നാണ് മനസ്സിലാവുന്നത്. അവ്യക്തതകൾ നീക്കേണ്ടതുണ്ട്. അതുപോലെ ഗുണഭോക്തൃ പട്ടികയിലെ അതിൽ ഉൾപ്പെടുത്തുന്ന ആളുകളെ സംബന്ധിച്ചുള്ള വ്യവസ്ഥകളിലും കുറെ കൂടി മാറ്റം വരുത്തേണ്ടതുണ്ട്. തുടങ്ങിയ വിവിധ ആവശ്യങ്ങളാണ് അവിടെ ഉയരുന്നത്. മാർച്ച് 27 ടൗൺഷിപ്പിന്റെ നിർമ്മാണം തുടങ്ങുമെന്ന് മന്ത്രി പ്രഖ്യാപിക്കുമ്പോഴും അതിനു മുൻപ് പരിഹരിക്കേണ്ടതായ പ്രശ്നങ്ങൾ ഒട്ടനേകമുണ്ട് വയനാട്ടിൽ ഇപ്പോൾ. അനുമോദ് സൂചിപ്പിക്കുന്നത് പോലെ 1-2 വിഷയങ്ങളല്ല, നിരവധി പ്രതിസന്ധികൾ ആണ് ഇപ്പോൾ നേരിടുന്നത്. ഒരു ദുരന്തത്തെ അതിജീവിച്ചവർ ആണ്. അവരുടെ മാനസികാവസ്ഥ എത്ര കണ്ട് റിപ്പോർട്ട് ചെയ്താലും അത് പ്രേക്ഷകർക്ക് മനസ്സിലാകണമെന്നില്ല. അത്രമേൽ ഭീകരമായൊരു അവസ്ഥയാണ് അവർ നേരിട്ടത്. ആ ഭൂമിയിൽ തന്നെയാണ് അവർക്ക് താമസ സൗകര്യമൊക്കെ ഒരുക്കുന്നത്. അവരിൽ പലരും ഇപ്പോഴും മാനസികമായി ആ ആഘാതത്തിൽ നിന്ന് മോചിതരായിട്ട് പോലും ഉണ്ടാകില്ല എന്നുള്ളതാണ്. അതുകൊണ്ട്
അവരെ ചേർത്ത് പിടിക്കാനുള്ള നീക്കങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് തുടരുന്നുണ്ട്. നമ്മൾ ഒന്നാകെ അവരോടൊപ്പമാണ് എന്ന് പറയുമ്പോൾ പോലും അവരെ വിശ്വാസത്തിലെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അങ്ങനെയാണ് അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനും സാധിക്കുകയുള്ളൂ.